ഹായ് ഗായ്സ്, ഈ ഐലൻഡിൽ വന്നതിന് ശേഷം ഏറ്റവും വലിയ സങ്കടമായിരുന്നു ഐലൻഡ് ബോയ്ക്ക് കളിക്കാനൊരു പാർക്കില്ലാത്തത്. എന്തായാലും ആ സങ്കടം മാറിക്കിട്ടി. നമ്മുടെ ഐലൻഡിൽ പാർക്ക് വന്നു ഗൈസ്. അതൊരു അടിപൊളി പാർക്ക്. പാർക്കിൻ്റെ ഇനോഗ്രേഷൻ ഞങ്ങളെ വിളിച്ചിരുന്നു കേട്ടോ. ആറ്റുനൂറ്റ് വന്ന പാർക്കായതുകൊണ്ട് തന്നെ ഇനോഗ്രേഷൻ ഒരു വൻ പരിപാടിയായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും, മുസ്ലിം കൺട്രി ആയുള്ള മാൽഡീവ്സിലെ പാർക്കിന് എങ്ങനെ ജോസഫ് പാർക്ക് എന്ന പേര് വന്നു? പറഞ്ഞു തരാം. പണ്ട് ഇവിടെ ഈ ഐലൻഡിൽ ആദ്യമായി കാലുകുത്തിയ മഹത് വ്യക്തിയാണ് ഈ പറഞ്ഞ ജോസഫ്. അങ്ങനെയാണ് ഈ പാർക്കിന് ജോസഫ് പാർക്ക് എന്ന പേര് വന്നത്. ഐലൻഡിലെ എല്ലാ കുട്ടികളും മാൽഡീവിയൻ ട്രഡീഷണൽ ഡ്രസ്സും ഒക്കെ ഇട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് കേട്ടോ വന്നത്. ഈ സുന്ദരികളെല്ലാം ഇട്ട ഡ്രസ്സിന് ദിവേഹി ലിബാസ് എന്നും ഈ സുന്ദരന്മാരിട്ട ഡ്രസ്സിനെ ഫെയിലി എന്നുമാണ് പറയുന്നത്. ഫെയിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുമുണ്ട്. ഈ ഐലൻഡിലെ കൗൺസിലറും അവിടെയുള്ള മെമ്പേഴ്സും ആണ് കേട്ടോ ഇവർ. ചുമ്മാ മെമ്പറാണെന്നും പറഞ്ഞ് ഓഫീസിൽ കയറിയിരുന്ന ഓഫീസ് വർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ ഇവർ ചെയ്യാറ്. ഇവർ തന്നെയാണ് രാവും പകലും ഇല്ലാതെ ജോലിയെടുത്ത് ഈ പാർക്ക് പണിതത്. കൗൺസിലർ റിബൺ മുറിക്കേണ്ട താമസം കുട്ടിപ്പട്ടാളം പാർക്ക് കീഴടക്കി. മുമ്പ് തന്നെ നമ്മുടെ ഫറൂട്ടി ഉണ്ട് കേട്ടോ. ഇനോഗ്രേഷൻ്റെ ഭാഗമായി ഒരു വലിയ കേക്കും ഉണ്ടായിരുന്നു. ഇവിടെ ഇതേപോലെയുള്ള വലിയ പ്രോഗ്രാംസിനൊക്കെ അടുത്തുള്ള റിസോർട്ടിൽ നിന്നുമാണ് കേക്ക് ഓർഡർ ചെയ്യാറ്. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിള്ളേർ പാർക്ക് അങ്ങ് ഏറ്റെടുത്തു. കുട്ടിപ്പട്ടാളത്തിന് ഒരു സ്പെഷ്യൽ സർപ്രൈസും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പാക്കറ്റിലെ എല്ലാം കുട്ടികൾക്ക് ഫുൾ ഗിഫ്റ്റ്സ് ആണ് കേട്ടോ. മാൽഡീവ്സ് വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കുട്ടികളോട് ഇവർക്ക് ഒരുപാട് സ്നേഹമാണ്. നമ്മുടെ ഐലൻഡ് ബോയ് തന്നെ എവിടെ ചെന്നാലും അവനെ കൊഞ്ചിക്കാനും ഗിഫ്റ്റ്സ് കൊടുക്കാനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കേക്ക് മാത്രമല്ല കേട്ടോ, സ്നാക്സും ജ്യൂസും എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ഐലൻഡ് ബോയും ഈ ഐലൻഡിലെ എല്ലാ കുട്ടികളും ഹാപ്പിയാണ്, കൂടെ ഞങ്ങളും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, ബൈ.